വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബിന്ദു ആമാട്ട്. ഈ വർഷവും കടന്നുപോകുന്നു. 2024 നിന്ന് 2025 നീങ്ങുമ്പോൾ ഒരു വാതിൽപ്പടിയിൽ നിൽക്കുന്ന പ്രതീതി എല്ലാവരിലും ഉണ്ടാകും. സമ്മിശ്ര ഓർമ്മകൾ സമ്മാനിച്ചു പോകുന്ന വർഷത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോൾ വാക്കോളം പ്രസക്തി മറ്റൊന്നിനും ഇല്ല എന്ന് തോന്നുന്നു. പറഞ്ഞുവരുന്നത് ഈ വർഷത്തെ വാക്കിനെ കുറിച്ചാണ്. ആഗോളതലത്തിൽ ഒരു വർഷം ഏറ്റവും ഉപയോഗിക്കപ്പെട്ട വാക്കിൻ്റെ കണക്ക് പല സ്ഥാപനങ്ങളും പ്രസിദ്ധീകരണശാലകളും തയ്യാറാക്കാറുണ്ട്. അവയിൽ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വാക്കിന് ലോകം ഏറെ മുൻഗണന കൽപ്പിക്കാറുമുണ്ട്. ആ പട്ടികയിൽ ഈ വർഷം വന്ന വാക്കാണ് ബ്രെയിൻ റോട്ട്, അഥവാ ബൗദ്ധികവും മാനസികവും ആയ അപജയം. മനസ്സിൽ ഉടനെ വന്നേക്കാവുന്ന ചോദ്യം ഇതൊരു പുതിയ വാക്കാണോ എന്നാണ്. ഒട്ടുമല്ല. 19-ാം നൂറ്റാണ്ടിൽ തന്നെ അമേരിക്കൻ ചിന്തകൻ തോറോ തൻ്റെ പ്രസിദ്ധമായ വാൾഡൻ എന്ന കൃതിയിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സമകാലികർ ഉയർന്ന ചിന്തകളിൽ നിന്നും ഉദാത്തമായ രീതികളിൽ നിന്നും മുഖം തിരിച്ച് വെല്ലുവിളികളൊന്നുമില്ലാത്ത എളുപ്പവഴികളിലേക്ക് തിരിയുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന് ബ്രെയിൻ റോട്ട്. എന്നാൽ 2024 ഈ പദം പ്രതിഫലിപ്പിക്കുന്നത് സാങ്കേതികവിദ്യ മനുഷ്യൻ്റെ ശീലങ്ങളെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കയാണ്. ഇൻ്റർനെറ്റ് യുഗത്തിൽ നിലവാരം കുറഞ്ഞ ഡിജിറ്റൽ ഉള്ളടക്കവും അവ അനിയന്ത്രിതമായി ഉപഭോഗം ചെയ്യുമ്പോൾ മനുഷ്യരിലുണ്ടാവുന്ന ബൗദ്ധിക മാന്ദ്യത്തെയും ആണ് അത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ വേർഡ് ഓഫ് ദ ഇയർ പട്ടിക പരിശോധിച്ചാൽ നമ്മുടെ ഓൺലൈൻ ജീവിതങ്ങൾ എത്രത്തോളം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അനുമാനിക്കാൻ കഴിയും. ഇൻ്റർനെറ്റ് സംസ്കാരം ഭാഷയെ ഓരോ നിമിഷവും എന്നോണം പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2015 ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദ ഇയർ തന്നെ അതിനുദാഹരണമാണ്. ആ വർഷം ആദ്യമായി ഒരു വാക്കിനു പകരം ഒരു ഇമോജിയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത്. ടിയേഴ്സ് ഓഫ് ജോയ് എന്ന ചിരിക്കുന്ന മുഖം. ദേശകാലങ്ങൾക്കപ്പുറം പ്രായഭേദമന്യേ ഒരു സാർവത്രിക ഭാഷയായി ഇമോജികൾ അടങ്ങുന്ന ഡിജിറ്റൽ ഭാഷയെ എല്ലാവരും അന്ന് ആഘോഷിച്ചു. എന്നാൽ 10 വർഷത്തിനിപ്പുറം അതേ ഭാഷയും സംസ്കാരവും നമ്മളിൽ ആശങ്കയും ഒരൽപ്പം ഭീതിയും ഉളവാക്കുന്നു. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ആശങ്ക മാറ്റി ഡിജിറ്റൽ യുഗത്തിൽ എങ്ങനെ ക്രിയാത്മകമായി ജീവിക്കാം എന്നാലോചിക്കാം. പുതുവർഷ പ്രതിജ്ഞകൾ എടുക്കുന്ന ഈ വേളയിൽ നിന്ന് തന്നെ തുടങ്ങാം. ബ്രെയിൻ റോട്ട് എന്ന മാന്ദ്യത്തെ മറികടക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാം. ശാരീരികവും മാനസികവും വൈകാരികവുമായ ഒരു സമഗ്ര സംയോജിത സമീപനം ഉണ്ടാക്കിയെടുക്കാം. ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും സ്ക്രീനുകളുടെയും അതിപ്രസരത്തിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും സ്വാതന്ത്ര്യം നേടിയെടുക്കാം. ഇടയ്ക്കിടെ അവയിൽ നിന്ന് വിട്ടുനിന്ന് നൈസർഗിക രീതികളിൽ നമ്മുടെ ദിനചര്യയും ഊണും ഉറക്കവും ചിട്ടപ്പെടുത്താം. മനസ്സിനും ശരീരത്തിനും ഉണർവ് നൽകുന്ന പ്രവൃത്തികളിൽ കൂടുതൽ ഏർപ്പെടാം. വായനയിൽ, യാത്രകളിൽ, കൃഷിയിൽ, മറ്റ് ക്രിയാത്മക വിനോദങ്ങളിലെല്ലാം മുഴുകാം. വ്യായാമം ഒരു നിത്യശീലമാക്കാം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ മാത്രമല്ലാതെ മറ്റുള്ളവരുമായി നേർക്കുനേർ ഇടപെടാൻ കൂടുതൽ സമയം കണ്ടെത്താം. ഇടുങ്ങിയ ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് മുക്തി നേടി വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മുടെ ഇടം വീണ്ടെടുക്കാം. തോറോ ആഹ്വാനം ചെയ്ത ബ്രെയിൻ റോട്ടിനെ ഉന്മൂലനം ചെയ്യാനുള്ള രീതി സ്വായത്തമാക്കാം. ഡിജിറ്റൽ ജീവിതം എന്ന ഏകവചനത്തെ സക്രിയമായി മാറ്റിയെടുക്കാം. ബൗദ്ധികമായും മാനസികമായും ഉണർവും ഉന്മേഷവും വീണ്ടെടുത്ത് ബഹുസ്വരതയുടെ നിറവിൽ സൗന്ദര്യം നിറഞ്ഞൊഴുകുന്ന ഒരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ബിന്ദു ആമാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.